അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. Overseer grade 2 universities in Kerala, third grade draftsman, third grade overseer LSGD, third grade overseer civil SR for SCST PWD, കാറ്റഗറി നമ്പർ 882/2025, 567/2025, 2022/2025. ഇതിന്റെ പരീക്ഷാ തീയതി PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശദമായിട്ടുള്ള സിലബസും അതോടൊപ്പം തന്നെ ഞാൻ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ സിലബസും ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ തന്നെ പ്രീവിയസ് ചോദ്യങ്ങളും എക്സ്പെക്റ്റഡ് ആൻഡ് ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥി ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ റാങ്ക് ഫയൽ ഡീറ്റെയിൽസ് എങ്ങനെയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അതോടൊപ്പം തന്നെ ഓരോ ജില്ലയിലുള്ള അപേക്ഷകരുടെ എണ്ണവും അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് പ്രീവിയസ് ഇയറിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് അതിന്റെ സിലബസും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും, ഇത് റാങ്ക് ഫയൽ തയ്യാറാക്കിയപ്പോൾ ഞാൻ റാങ്ക് ഫയലിനകത്ത് ഈ കാര്യങ്ങൾ ഇതുപോലെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് റാങ്ക് ഫയലിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് എടുത്തതാണ്. ബിൽഡിംഗ് മെറ്റീരിയൽസിന് 15 മാർക്ക്, കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ നിന്ന് 15 മാർക്ക്, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് 10 മാർക്ക്, RCC ആൻഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് 10 മാർക്ക്, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ് 5 മാർക്ക്, റോഡ്സ് റെയിൽവേസ് ബ്രിഡ്ജസ് ആൻഡ് ടണൽസ് അതിന് 10 മാർക്ക്, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് 10 മാർക്ക്, എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ് 5 മാർക്ക്, സർവേയിങ് ആൻഡ് ലെവലിംഗ് 10 മാർക്ക്, എഞ്ചിനീയറിംഗ് ആൻഡ് മെക്കാനിക്സ് അതിന്റെ ഭാഗത്തുനിന്ന് 10 മാർക്ക്. ഇങ്ങനെയാണ് ഇതിന്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇത് ഞാൻ റാങ്ക് ഫയൽ അതേപടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ റാങ്ക് ഫയൽ എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ട്, ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനും താഴെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അന്നൊരു ചെറിയ ഭാഗം പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ അങ്ങനെ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനും പ്രീവിയസ് ചോദ്യങ്ങളും എക്സ്പെക്റ്റഡ് ആൻഡ് ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ളത്. വേറൊരു പോർഷൻ കൂടെ കാണിക്കാത്തതുണ്ട്, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ്, അതിന്റെ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ താഴെ എക്സ്പ്ലനേഷൻ എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ളത്. എക്സാം ക്രാക്കർ ആയിട്ടാണ് തയ്യാറാക്കിയത്. പരീക്ഷയ്ക്ക് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് പരമാവധി നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിലാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ളത്. ഇങ്ങനെയുള്ള റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് കിട്ടാൻ പ്രയാസമാണ്. കാരണം ഓരോ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ടോപ്പിക് വൈസ് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റാങ്ക് ഫയൽ കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും വാങ്ങുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കും. യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ആരെയും നിർബന്ധിക്കില്ല. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾക്ക് റാങ്ക് ഫയൽ വാങ്ങാവുന്നതേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഓരോ ജില്ലയിലുള്ള അപേക്ഷകരുടെ എണ്ണം ഉറപ്പ് നൽകിയവർ, കൺഫർമേഷൻ നൽകിയവർ, തിരുവനന്തപുരം ജില്ലയിൽ 2640 പേരാണ് ഉറപ്പ് നൽകിയത്. കൊല്ലം ജില്ലയിൽ 1736 പേരാണ് കൺഫർമേഷൻ നൽകിയത്. പത്തനംതിട്ട ജില്ലയിൽ 753 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. ആലപ്പുഴ ജില്ല എടുത്താൽ 1176 പേരാണ് കൺഫർമേഷൻ നൽകിയത്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ 862 പേരാണ് കൺഫർമേഷൻ നൽകിയത്. ഇടുക്കി ജില്ലയിൽ 708 പേരാണ് കൺഫർമേഷൻ നൽകിയത്. എറണാകുളം ജില്ല എടുത്താൽ 1641 പേരാണ് കൺഫർമേഷൻ നൽകിയത്. തൃശ്ശൂർ ജില്ല എടുത്താൽ 1695 പേരാണ് കൺഫർമേഷൻ നൽകിയത്. പാലക്കാട് ജില്ലയിൽ 1464 പേരാണ് കൺഫർമേഷൻ നൽകിയത്. അതുപോലെ തന്നെ മലപ്പുറം ജില്ല എടുത്താൽ 1759 പേരാണ് കൺഫർമേഷൻ നൽകിയത്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ല എടുത്താൽ 1784 പേരാണ് കൺഫർമേഷൻ നൽകിയത്. വയനാട് ജില്ലയിൽ 494 പേരാണ് കൺഫർമേഷൻ നൽകിയത്. അങ്ങനെ 18694 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. 3100 അപേക്ഷകരെ റദ്ദാക്കി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ അതുപോലെ തന്നെ പ്രീവിയസ് കട്ട് ഓഫ് മാർക്ക് ഒക്കെ നമുക്ക് നോക്കാം. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 26,500, 60,700 ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. വേക്കൻസി കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ധാരാളം ഒഴിവുകൾ പ്രതീക്ഷിക്കാം. പരീക്ഷാ തീയതി ജൂലൈ 29-നാണ് പരീക്ഷാ തീയതി വരുന്നത്. ഇതിന്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 77.33 ആണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും പഠിക്കുമ്പോൾ അതിന്റെ കട്ട് ഓഫ് മാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ അതനുസരിച്ചുള്ള പഠന നിലവാരം ഉയർത്താൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ പരീക്ഷയെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാനുള്ളത്.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.